ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിദേശ നിക്ഷേപ പദ്ധതികളിലൊന്നായ ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് മേലുള്ള അമേരിക്കൻ ഉപരോധ ഇളവ് ഇന്ന് അവസാനിക്കുന്നു. മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശന കവാടം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ തുറമുഖത്തിന്റെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിന്റെ നിഴലിലാണ്. ഇളവ് നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ അമേരിക്കയ്ക്ക് ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും വാഷിംഗ്ടണിൽ നിന്ന് ഇതുവരെ അനുകൂലമായ പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാരിനെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. 23 വർഷം മുൻപ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് വിഭാവനം ചെയ്ത ഈ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണോ അതോ അമേരിക്കൻ ഉപരോധങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് ഇതുവരെ വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. അമേരിക്കൻ അധികൃതരുമായി നയതന്ത്ര തലത്തിൽ നിരന്തരം ചർച്ചകൾ നടത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യക്ക് അത്ര അനുകൂലമല്ലെന്നാണ് വിലയിരുത്തലുകൾ. 2025 ഒക്ടോബർ മുതൽ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ അമേരിക്കയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് 2026 ഏപ്രിൽ 26 വരെ ഇളവ് നീട്ടി ലഭിച്ചത്. എന്നാൽ ആ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥയും കണക്കിലെടുക്കുമ്പോൾ ഇറാന് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ഒരു നീക്കത്തോടും സഹകരിക്കേണ്ടതില്ലെന്ന കർക്കശ നിലപാടിലാണ് അമേരിക്ക. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ കർശനമാക്കുന്നതിലൂടെ അവരുടെ വരുമാന സ്രോതസ്സുകൾ തടയുക എന്നതാണ് അമേരിക്കൻ ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ ചബഹാറിന് പ്രത്യേക ഇളവ് നൽകാൻ വൈറ്റ് ഹൌസ് തയ്യാറാകുമോ എന്നത് സംശയമാണ്. ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് നിലവിൽ ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്.